ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാ ഭൂ ഉടമകൾക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഭൂനികുതി ഓൺലൈൻ വഴി എളുപ്പത്തിൽ എങ്ങനെ അടക്കാം. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലാൻഡ് ടാക്സ് അഥവാ ഭൂനികുതി അടക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സർവീസ് സെൻ്ററുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നവരാണോ? എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സമയവും പണവും ഒന്നും തന്നെ കളയേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ മുൻപ് നികുതി അടക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ക്വിക്ക് പേ എന്ന ഓപ്ഷൻ ഇപ്പോൾ ഈ സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എറർ കൂടുതൽ കടന്നു വരുന്നത് കൊണ്ടാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ മുൻപ് ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നികുതി അടച്ചുകൊണ്ടിരുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പുതിയ രീതിയിലൂടെ നികുതി അടക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഭൂനികുതി ഓൺലൈനായി അടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഭൂനികുതി ഓൺലൈനായി അടക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലാൻഡ് ടാക്സ് അടക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ ലാൻഡ് ടാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒന്നാമത്തെ അഡ്രസ്സ് തന്നെ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു സൈറ്റിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ആയിരിക്കും ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോം പേജ് വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് മെനു എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷൻ, സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ എന്നിങ്ങനെയുള്ള 3 ഓപ്ഷൻസ് കാണാം. മുമ്പ് നമുക്കിവിടെ ക്വിക്ക് പേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സൈറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എറർ കൂടുതൽ കടന്നുകൂടുന്നു. മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ എടുത്ത് കളഞ്ഞിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. മുൻപ് ക്വിക്ക് പേ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരുന്നവർക്കും ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമ്മളെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, പിൻകോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകണം. അതിനുശേഷം ഇവിടെ താഴെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ നൽകണം. ഈ ഒരു മൊബൈൽ നമ്പർ മുൻപ് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തായിരിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ഒരു യൂസർ ഐഡിയും ഒരു പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു ലോഗിൻ പേജിലോട്ട് വരാം. ഇവിടുന്ന് നമ്മൾ നേരത്തെ ക്വിക്ക് പേ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നവരാണെങ്കിൽ അവർ താഴെയുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് യൂസർ നെയിം ഓർ മൊബൈൽ നമ്പർ എന്നുള്ളത് കാണാം. ആ ഒരു ഭാഗത്ത് നമ്മൾ മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം മൊബൈൽ നമ്പർ തന്നെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയായിട്ടൊരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള കോളത്തിലൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നുള്ള ആ ഒരു OTP കോഡ് എൻ്റെ OTP ഹിയർ എന്നുള്ള ഒരു ഭാഗത്തൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഒരു പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ വീണ്ടും ആ ഒരു പാസ്വേഡ് ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട രൂപ എങ്ങനെയാണെന്നുള്ളതിൻ്റെ കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പർ കേസ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, ലോവർ കേസ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉൾപ്പെടുന്നതായിരിക്കണം പാസ്വേഡ്. മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ കൊടുക്കാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3 എന്നിങ്ങനെ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കാൻ പാടില്ല. 1, 4, 8 ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകൾ കൊടുക്കാവുന്നതാണ്. പാസ്വേഡിന് ഒരു മോഡൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ കൊടുത്തുള്ള ആ ഒരു ക്യാപ്ച കോഡ് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
പാസ്വേഡ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ പാസ്വേഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ആ സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ആ ലോഗിൻ പേജിലോട്ട് തന്നെ പോകാവുന്നതാണ്. അതിനുശേഷം യൂസർ ID എന്നുള്ള ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് കൂടെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതിന് നേരെയുള്ള ആ ഒരു കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് എൻ്റർ OTP ഹിയർ എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മുൻപ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ആ ഒരു പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ടുള്ളത് അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പുതുതായിട്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടി ആ ഒരു വിൻഡോ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമ്മുടെ ലാൻഡ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിൽ ഒന്നാമത്തെ കോളത്തിൽ ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് താലൂക്ക് എന്നുള്ളതാണ്. അതിൽ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മുടെ താലൂക്ക് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് വില്ലേജ് എന്നുള്ളതാണ്. അതിൽ നമ്മുടെ വില്ലേജ് നമ്മൾ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് സെലക്ട് ബ്ലോക്ക് എന്നുള്ളതാണ്. അതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് തണ്ടപ്പേർ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ തണ്ടപ്പേർ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ തണ്ടപ്പേർ നമ്പറൊക്കെ അറിയാത്തവർക്ക് അത് മുൻപത്തെ റെസിപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ തണ്ടപ്പേർ നമ്പർ അതുപോലെ സർവേ നമ്പറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെയുള്ള വ്യൂ ആൻഡ് ആഡ് എന്നുള്ള ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം വന്നിട്ടുള്ള ഈ ഒരു വിൻഡോയിൽ നമുക്ക് നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം താഴോട്ടൂടെ പേ നൗ എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്ന ഒരു വിൻഡോയിൽ നമ്മുടെ ആ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ കാണിക്കുന്നതാണ്. അവിടുന്ന് നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽസ് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഓപ്ഷൻസ് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ നെറ്റ് ബാങ്കിങ് എന്നുള്ളതാണ്. അതിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് ആ ഒരു ഓപ്ഷൻ മുഖേന ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് UPI അതുപോലെ കാർഡ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ UPI പേയ്മെൻറ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ UPI എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. GRN ജനറേറ്റഡ് ഓക്കെ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിവിടെ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ വരുന്നതായിരിക്കും. അവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോയിലായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ UPI ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ UPI ID എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ UPI ആപ്പിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും മുകളിൽ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പാനലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ UPI ആപ്പ് ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മുടെ ഗൂഗിൾ പേ ആപ്പ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ ഈ ഒരു സ്ക്രീനിലൂടെ കണ്ടിന്യൂ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതിൽ പേ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ആ ഒരു UPI പേയ്മെൻറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗൂഗിൾ പേ ആപ്പ് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വീണ്ടും നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ക്രീനിലോട്ട് തന്നെ വരിക. ശേഷം നമുക്ക് നമ്മുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ശേഷം നമുക്കിത് ഇവിടുന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമുക്ക് പിന്നീട് ആവശ്യമുള്ള സമയത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഭൂനികുതി ഓൺലൈനായിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് അടക്കുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.